കല്ലേറ് നടത്തിക്കൂടെ? പിണറായി വിജയനെ പറ്റി എറിയുന്ന പോലെ എറിഞ്ഞൂടെ? എറിയാൻ സാധിക്കില്ലേ ആർക്കും? ഇനിയൊരു അടി നമ്മളെ കുട്ടികൾക്ക് കിട്ടിയാൽ ആ പ്രതികരണം വളരെ ഗുരുതരമായിരിക്കുമെന്ന് മാത്രം ഞാൻ പിണറായിയെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. വകതിരിവ് പോലും അവർക്കില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷം നിൽക്കുന്നത്. സഹതാപമേ എനിക്ക് അവരോടുള്ളൂ. ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഇതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു രാജ്യത്തിന് അപമാനം മാത്രമല്ല അപശകുനമാണ്. ഇവരടിച്ചിട്ടാണോ സംരക്ഷിക്കേണ്ടുന്നത്? അയാൾക്ക് നാണമുണ്ടോ പിണറായിക്ക് പറയാൻ? അദ്ദേഹം അവരെ പരിരക്ഷിക്കാനാണ്, സംരക്ഷിക്കാനാണ് ഈ തല്ല് എന്ന് പറയാൻ അദ്ദേഹത്തിന് നാണവും മാനവും ഉണ്ടോ ചോദിക്കാൻ ഞാൻ. അഭിമാനമുണ്ടോ? ജനങ്ങളോടല്ലേ പറയുന്നത്. വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനമല്ലേ. ഈ നാട്ടിലെ ജനങ്ങളെ മുഖത്ത് നോക്കി ഇത് പറയാൻ ഇദ്ദേഹത്തിന് ലജ്ജയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ നാട്ടുകാരനായതിൽ ഞാൻ അപമാനബോധം കൊണ്ട് തലകുനിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ നിരപരാധികളായ ആളുകൾ പ്രതിഷേധിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാൻ അവകാശമില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യമാണ് ഇവിടെ? എന്ത് ജനാധിപത്യമാണ്? ഏത് മന്ത്രിമാരുടെയും ഏത് ഭരണകൂടത്തിൻ്റെയും തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷത്തിന് അവകാശമില്ലെങ്കിൽ എന്ത് ഡെമോക്രസിയാണ്? ഇവിടെ പ്രതിഷേധിക്കുക സ്വാഭാവികമല്ലേ. ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയെ വടികൊണ്ട് അടിക്കാൻ പോയോ? കല്ലെറിയാൻ പോയോ? ഇല്ലല്ലോ. കരിങ്കൊടി കാട്ടുന്ന ഒരു പ്രതിഷേധത്തിന്റെ ഒരു പ്രതീകമാണ്. അതിനെന്തിനാ ഇത്ര പരാക്രമം കാണിക്കുന്നത് CPM-ന്റെ ആളുകൾ? പ്രതിഷേധിക്കാൻ പാടില്ലേ? പ്രതിഷേധിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ ഇത് CPM പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണ പ്രഖ്യാപനം നടത്തി ഏകാധിപത്യ രാജ്യമായി പ്രഖ്യാപിച്ചൂടെ? ജനാധിപത്യം എന്തിനാ പറയുന്നത്? ലജ്ജയില്ല ഈ ഇടതുപക്ഷക്കാർക്ക് ഇത് പറയാൻ? രാഷ്ട്രീയത്തെക്കുറിച്ച് സാമാന്യം വിവരമുള്ള ഏതെങ്കിലും ഒരാൾ പറയോ ഇവിടെ പ്രതിഷേധിക്കാൻ പാടില്ല എന്ന്? പ്രതിഷേധിച്ചാൽ അതിന് ഗൺമേനും ബോഡി ഗാർഡും ഒക്കെ വന്ന് വടിയും ലാത്തിയും കൊണ്ട് അടിച്ച് കുട്ടികളെ കല്ലും നഖവും പൊട്ടിച്ച് എല്ലും പൊട്ടിച്ച് ആശുപത്രി കടത്തലാണോ? KPCC ജനറൽ സെക്രട്ടറി ജോബിന്റെ വീടാണ് ആക്രമിച്ചത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട് ആക്രമിച്ചാൽ എങ്ങനെയായിരിക്കും പ്രതികരണം? ഞാനിതിനെ സ്ഥലത്ത് പോയി കണ്ടു, നേരിട്ട് ബോധ്യപ്പെട്ടു. ഞങ്ങൾ സമാധാനം പാലിക്കുന്നത് ഞങ്ങളുടെ ദൗർബല്യമാണെന്ന് കരുതരുത്. പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടുന്നത് പ്രതികരിക്കാനുള്ള കരുത്ത് യൂത്ത് കോൺഗ്രസിനും KSU-വിനും ഉണ്ട് എന്നതിന്റെ തെളിവാണല്ലോ ഈ അടി കൊണ്ടിട്ടും പ്രതിഷേധിക്കാൻ ചെറുപ്പക്കാർ കടന്നു വരുന്നത്. എന്തു പറഞ്ഞാലും ചെയ്യാൻ തയ്യാറുള്ള ചെറുപ്പക്കാർ ആയിരങ്ങൾ കോൺഗ്രസിനുണ്ട്. വേണോ വേണ്ടയോ എന്ന് പിണറായി വിജയന് തീരുമാനിക്കാം. വേണമെന്ന് അദ്ദേഹം പറഞ്ഞാൽ ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ കാട്ടിക്കൊടുക്കാം ഞങ്ങളുടെ ശൗര്യവും ഞങ്ങളുടെ വീര്യവും. ദുർബലരൊന്നുമല്ല ഞങ്ങൾ. പ്രതികരിക്കാൻ സാധിക്കുന്ന ആണത്വമുള്ള ചെറുപ്പക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ ആളുകളെ വെച്ചൊക്കെ പ്രതികരിക്കാനും പ്രവർത്തിക്കാനും 10 കല്ലെറിയാനൊക്കെ ആര് പറഞ്ഞാലും നടക്കും. കല്ലേറ് നടത്തിക്കൂടെ? പിണറായി വിജയനെ പറ്റി എറിയുന്ന പോലെ എറിഞ്ഞൂടെ? എറിയാൻ സാധിക്കില്ലേ ആർക്കും? ഇനിയൊരു അടി നമ്മളെ കുട്ടികൾക്ക് കിട്ടിയാൽ ആ പ്രതികരണം വളരെ ഗുരുതരമായിരിക്കുമെന്ന് മാത്രം ഞാൻ പിണറായിയെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഈ പത്രസമ്മേളനത്തിൽ എനിക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. 2 ലക്ഷം ലിങ്ക് ചെയ്യരുത് കേട്ടോ. മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ആവശ്യമുണ്ട്, അത് ഇനിയും തുടരും എന്നാണ്. മുഖ്യമന്ത്രിക്ക് സംരക്ഷണം വഴിയോരത്ത് നടന്നു പോകുന്ന ആളുകളെ തല്ലലല്ല. അദ്ദേഹത്തെ പോലെ തന്നെ ഒരുപാട് മുഖ്യമന്ത്രിമാർ ഇതുപോലെ ജനസമ്പർക്ക പരിപാടിയുമായി പോയിട്ടുണ്ട് ഈ സംസ്ഥാനത്ത്. എവിടെയും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇത്രയും നറുകെട്ട സംഭവം, ഇത്രയും നാണം കെട്ട സംഭവം ഇയാളെ കാലത്തല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പെന്താ ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ പോയിട്ടില്ലേ? എവിടെയെങ്കിലും കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതുപോലെ എവിടെയെങ്കിലും CPM-ന്റെ ഗുണ്ടകളും മന്ത്രിയുടെ ബോഡി ഗാർഡുകളും തല്ലാൻ വന്നിട്ടുണ്ടോ? മുദ്രാവാക്യം വിളിക്കുക തല്ലലാണോ? പ്രകടനം നടത്തിയ തല്ലലാണോ? അതൊരു ജനാധിപത്യ പ്രക്രിയയിലെ സമാധാനപരമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയല്ലേ? അതിനെ എങ്ങനെയാണോ നേരിടേണ്ടത്? ഇതാണോ സംസ്കാരം? ഇതാണോ ശൈലി? അതാണോ ജനാധിപത്യം? ഇവിടുത്തെ ജനങ്ങൾ ഉത്തരം പറയണ്ടേ? എല്ലാരും അതിന് വകതിരിവില്ല. ആരെ ചെയ്യണം ആരെ ചെയ്യാതിരിക്കണം എന്നുള്ള വകതിരിവ് പോലും അവർക്കില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷം നിൽക്കുന്നത്. സഹതാപമേ എനിക്ക് അവരോടുള്ളൂ. ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഇതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു രാജ്യത്തിന് അപമാനം മാത്രമല്ല അപശകുനമാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് അത് ആഗ്രഹമെങ്കിൽ അവർ വീണ് മരിച്ചോട്ടെ. അത് അവരവരുടെ വില്ലൻ പ്രഷറല്ലേ? ഇവരെന്തിനാ സംരക്ഷിക്കാൻ പോണത്? ഇവരെ അടിച്ചിട്ടാണോ സംരക്ഷിക്കേണ്ടുന്നത്?
അയാൾക്ക് നാണമുണ്ടോ ഈ പിണറായിക്ക് പറയാൻ ഇത് അദ്ദേഹം അവരെ പരിരക്ഷിക്കാനാണ് സംരക്ഷിക്കാനാണ് ഈ തല്ല് എന്ന് പറയാൻ അദ്ദേഹത്തിന് നാണവും മാനവും ഉണ്ടോ ചോദിക്കുക ഞാൻ. അഭിമാനമുണ്ടോ? ജനങ്ങളോടല്ലേ പറയുന്നത്, വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനമല്ലേ, ഈ നാട്ടിലെ ജനങ്ങളെ മുഖത്ത് നോക്കി ഇത് പറയാൻ ഇദ്ദേഹത്തിന് ലജ്ജയില്ലേ എന്നാ ഞാൻ ചോദിക്കുന്നത്. എൻ്റെ നാട്ടുകാരനായതിൽ ഞാൻ അപമാനബോധം കൊണ്ട് തലകുനിക്കുകയാണ്. ഒരു ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചിട്ടില്ല എന്ന് സജി ചെറിയാൻ അടക്കമുള്ളത്. പിന്നെ കിടക്കുന്നതാരാ? സജി ചെറിയാന്റെ മറ്റാരെങ്കിലും ആണോ? പത്രക്കാർ പറയണോ നിങ്ങളെന്താ മിണ്ടാത്ത? ആവശ്യമില്ലാത്തവരെല്ലാം മിണ്ടുന്ന കൂട്ടല്ലേ നിങ്ങളാണ് നമ്മളെ വായ തുറക്കുന്നവർ. നിങ്ങൾക്ക് വായ തുറക്കാൻ പറ്റില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഓക്കെ.